ഗംഭീരമായി ഉഷാറായിട്ട് പോകുന്നു. വലിയ രീതിയിലുള്ള ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കും. അവര് തോൽക്കൂന്ന് പറഞ്ഞ നാട്ടുകാർ വിട്ടില്ലല്ലോ. വികസന പ്രവർത്തനങ്ങളുടെ ഒരു തുടർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത്. അവര് വോട്ട് വാങ്ങി ജയിച്ചു പോകുക എന്നല്ലാതെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാറില്ല. 50% വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത് മുസ്ലിം ലീഗാണ് റൂളിംഗ് പാർട്ടി ആകുമ്പോൾ. ഒരു വികസനം ഇവിടെ നടത്തിയിരുന്നില്ല. LDFന്റെ MLA മാർ വന്നപ്പോൾ ജനങ്ങൾക്ക് MLA എന്ന് പറഞ്ഞാൽ കാണാൻ തുടങ്ങിയത്. അതിന്റെ ഒരു സാന്നിധ്യം ഉണ്ടായി, വികസനമുണ്ടായി. ആ വികസനത്തിന്റെ ഒരു പത്രിക തന്നെ ഞങ്ങൾ അച്ചടിച്ച് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ 100ന്റെ മുകളിൽ സീറ്റ് കിട്ടും. Hi, hello, namaskar. You're watching KTV India with me, Varsha Venugopal. Right now, I'm standing at Nayarangadi, which comes in the constituency of Guruvayur in the district Thrissur. And here, the sitting MLA and the candidate of LDF, Mr. N.K. Akbar, is with us. Hello, sir. Namaskaram. എങ്ങനെ പോകുന്നു സർ പ്രചാരണങ്ങളൊക്കെ? ഗംഭീരമായി ഉഷാറായിട്ട് പോകുന്നു. എങ്ങനെയുണ്ട് ആൾക്കാരുടെ റെസ്പോൺസ്? എങ്ങനെയുണ്ട് സർ? നല്ല പ്രതികരണമാണ്. വലിയ രീതിയിലുള്ള ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കും. കഴിഞ്ഞ പ്രാവശ്യം തന്നെ സാർ ഒരു 52% നമ്മുടെ മൊത്തം ഈ ടോട്ടലി ഐ തിങ്ക് പ്രീവിയസ് CPIMന്റെ കാൻഡിഡേറ്റിനേക്കാളും കൂടുതൽ സാർ ഭൂരിപക്ഷത്തോടെ ജയിച്ചതാണ്. ഇപ്രാവശ്യം തിരിച്ച് അതിനേക്കാളും കൂടുതൽ വരുമെന്ന് പ്രതീക്ഷ. അതിനേക്കാളും വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും. പിന്നെ ഓഫ്കോഴ്സ് ഇപ്പോൾ പ്രചാരണ ടൈമാണ്. അപ്പം ബാക്കിയുള്ള ഓപ്പോസിഷൻസും പറയുന്നുണ്ട് ഞങ്ങൾക്ക് 100% വിശ്വാസമുണ്ട്, ഞങ്ങൾ ജയിക്കും. അതിനെക്കുറിച്ച് ആസ് എ കാൻഡിഡേറ്റ്, സ്റ്റാൻഡിംഗ് കാൻഡിഡേറ്റ്, സാറിന് എന്താണ് അതിനെക്കുറിച്ച്? അതിപ്പോ അവര് തോൽക്കൂന്ന് പറഞ്ഞ നാട്ടുകാർ വിട്ടില്ലല്ലോ, അതുകൊണ്ട് പറയണതാണ്. അവർക്ക് തന്നെ അറിയാം ജയിക്കാൻ പോകുന്നില്ല. അത് മാത്രമല്ല സർ, ലൈക്ക് ഇപ്രാവശ്യം അവർ തന്നെ പറയുന്നു ഒരു മാറ്റം വേണ്ടിയ സമയമാണ്. എന്നാൽ പോലും ഇവിടെ ആൾക്കാർ നിൽക്കുമ്പോൾ അവർ പറയുന്നു സാർ തന്നെ തിരിച്ചു വരണം, സാർ കാരണമാണ് കുറെ ഡെവലപ്മെന്റ്സ് ഇവിടെയും ഉണ്ടായത്. അപ്പോൾ ഇനി ജയിച്ചു കഴിഞ്ഞാൽ അടുത്ത ഒരു സ്ട്രാറ്റജി മേ ബി ചേഞ്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ടോ CPM-ന്? അതായത് വികസന പ്രവർത്തനങ്ങളുടെ ഒരു തുടർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത്. നേരത്തെ വളരെ വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 20-25 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ നിന്ന് UDFന്റെ പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെ പ്രതിനിധികളാണ് ജയിച്ചു പോയിരുന്നത്. അവര് വോട്ട് വാങ്ങി ജയിച്ചു പോകുക എന്നല്ലാതെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാറില്ല. അവരൊരു കാര്യവും പരിഹരിച്ചിട്ടില്ല. പറയുമ്പോൾ കേരളത്തിലെ വകുപ്പുകളിലെ 50% വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത് മുസ്ലിം ലീഗാണ് റൂളിംഗ് പാർട്ടി ആകുമ്പോൾ. എന്നിട്ടും ഒരു വികസനം ഇവിടെ നടത്തിയിരുന്നില്ല. മറിച്ച് LDFന്റെ MLA-മാർ വന്നപ്പോൾ ജനങ്ങൾക്ക് MLA എന്ന് പറഞ്ഞാൽ കാണാൻ തുടങ്ങിയത്. അതിന്റെ ഒരു സാന്നിധ്യം ഉണ്ടായി, വികസനമുണ്ടായി. അപ്പോൾ ആ സമാനതകളില്ലാത്ത വികസനം ഉണ്ടായിട്ടുണ്ട്. ആ വികസനത്തിന്റെ ഒരു പത്രിക തന്നെ ഞങ്ങൾ അച്ചടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായും ഇനി അതിന്റെ തുടർച്ച എന്ന രീതിയിൽ ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ കൂടി ഏറ്റെടുത്തുകൊണ്ട് നടത്തും. കാൻഡിഡേറ്റ് ആയതുകൊണ്ട് ചോദിക്കില്ല, എന്നാൽ പോലും സാറിന്റെ ഒരു പ്രതീക്ഷ എത്ര സീറ്റ് ഇപ്രാവശ്യം കൂടി സാറിന് പിടിക്കാൻ പറ്റും? പിന്നെ എത്ര % ചാൻസസ് സാറിന് തോന്നുന്നു? 100ന്റെ മുകളിൽ സീറ്റ് കിട്ടും. ശരി, താങ്ക് യു സോ മച്ച് സർ. ഓൾ ദി ബെസ്റ്റ് സാറിന്റെ ഇലക്ഷൻസിന് വേണ്ടി. സോ ദാറ്റ് വാസ് N.K. Akbar with me, who's very confident that this time also people are going to choose him because people know whom they should choose for their development and thing. This is Varsha Venugopal for KTV India with camera person Keithan Gowda, Kerala, Simon.